ലിസബത്ത് സോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് കോക്കനട്ട് പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ് കേട്ടോ. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. പുഡിങ് തയ്യാറാക്കുന്നതിന് നമുക്കൊരു കരിക്ക് വേണം. പിന്നെ കരിക്കിന് ഉള്ളിലുള്ള ആ തേങ്ങ ഉണ്ടല്ലോ, അത് സോഫ്റ്റ് ആണെങ്കിൽ നമുക്കതും കൂടി എടുക്കാം. ഹാർഡാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ വേണം. നല്ല ഒരുവിധം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. ചെറിയ തേങ്ങയാണെങ്കിൽ 1 തേങ്ങയുടെ പാലെടുക്കാം. വലുതാണെങ്കിൽ ഒരു 3/4 തേങ്ങയുടെ പാൽ മതിയാവും. എന്തായാലും നമുക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ വേണം. 2 കപ്പ് തേങ്ങാ വെള്ളം, കണ്ടൻസ്ഡ് മിൽക്ക്, പഞ്ചസാര, പിന്നെ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ ഇത് പൗഡറായിട്ടൊക്കെ കിട്ടാറുണ്ട്. ഇതേതായാലും കുഴപ്പമില്ല. പിന്നെ ചിലർ ഇതിന് പകരം കോൺഫ്ലോറൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ശരിക്കും നല്ലൊരു പുഡിങ് കിട്ടണമെങ്കിൽ ഈ ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗർ തന്നെയാണ് നല്ലത്. ഇത് രണ്ടും ഒന്നാണെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. ചൈന ഗ്രാസും അഗറും ഒന്ന് തന്നെയാണ്. ചൈന ഗ്രാസിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഈ തേങ്ങാവെള്ളം വെച്ചിട്ടൊരു ജെല്ലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ജെല്ലിയിലേക്ക് നമുക്കൊരു 4 ഗ്രാം ചൈന ഗ്രാസ് വേണം. അപ്പോൾ ഇതിപ്പോൾ ചൈന ഗ്രാസിൻ്റെ പൗഡറല്ല എടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇത് ചൈന ഗ്രാസ് ഇതുപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ച് നീളത്തിൽ ഫുള്ള് നമ്മളങ്ങ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം 4 ഗ്രാം ആയിരിക്കും. അത്രയും മതിയാവും നമുക്ക്. പിന്നെ പാല് തിളപ്പിക്കുമ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചൈന ഗ്രാസ് വേണം. അത് 8 ഗ്രാമോളം വേണം. അതാകുമ്പോൾ ഒരു 2 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം അത്രയുണ്ടാവും, 8 ഗ്രാം വരും. ഇനിയിപ്പോൾ ഇച്ചിരി കൂടിയാലും കുറഞ്ഞാലും വലിയ തെറ്റൊന്നുമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവും. അപ്പം കൂടിപ്പോയി കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് ഈ പുഡിങ് ഹാർഡായി വരും. അത്രയും ഹാർഡായാലും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ കട്ടിയാകുകയും വേണം, തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുകയും വേണം. അതാണ് അതിൻ്റെ ഒരു പാകം. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ അളവ് ഈ ഒരു കണക്കിനായിട്ടോ ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹാർഡായിട്ട് ഇരിക്കണമെങ്കിൽ അതിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടാവുന്നതാണ്. ഈ ജെല്ലി ഒഴിവാക്കേണ്ടവർക്ക് ഒഴിവാക്കാം. കാരണം ഇത് അത്ര നിർബന്ധമില്ല. നിർബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുമ്പം കാണാനൊരു ഭംഗി വരും. പിന്നെ ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനും കിട്ടും. അപ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജെല്ലി ഉണ്ടാക്കുന്നത്. അപ്പോൾ ജെല്ലി താല്പര്യം ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ ജെല്ലി ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ അതിനുള്ള സെറ്റ് ചെയ്യാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ആ 4 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാം. ഇപ്പോൾ പാൻ അടുപ്പ് വയ്ക്കുക. അതിലേക്ക് 1.5 കപ്പ് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ്, നിങ്ങൾക്ക് ജെല്ലി കൂടുതൽ വേണമെങ്കിൽ 2 കപ്പ് വരെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുകയാണ്. ഫ്ലെയിം മീഡിയത്തിലിടാം. ഇടയ്ക്കൊക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ ഇതിൽ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ എല്ലാം വെള്ളത്തിൽ അലിഞ്ഞ് ചേരണം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഫുള്ള് ഇളക്കണം എന്നില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തേങ്ങാവെള്ളത്തിന് കുറച്ച് പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കണം. നല്ലൊരു മധുരം തേങ്ങാവെള്ളത്തിനും വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. ഞാൻ ഈ തേങ്ങാവെള്ളത്തിൽ ആദ്യം തന്നെ പഞ്ചസാര കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജെല്ലി ഉണ്ടാക്കുമ്പോൾ അതിനും ഒരു മധുരം വേണം, എന്നാലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചൈന ഗ്രാസ് ഏകദേശം ഇവിടെ മെൽറ്റായിട്ടുണ്ട്. കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഒട്ടും തരി അതിൽ പാടില്ല. ഇപ്പോൾ ഇവിടെ ഏകദേശം മെൽറ്റായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉടനെ തന്നെ എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് വയ്ക്കാം. ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിലും വയ്ക്കാം. അപ്പോഴത്തേക്കും നന്നായിട്ട് ഇത് സെറ്റായിട്ടുണ്ടാവും. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ കുറച്ച് വലുപ്പത്തിലാട്ടോ ഇത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് ഉണ്ടാക്കി വയ്ക്കുന്നത് അതിൻ്റെ അടിയിലൊന്ന് നിരത്തിയൊക്കെ വയ്ക്കാം. എന്നിട്ട് വേണം പാല് നമ്മൾ തിളപ്പിക്കേണ്ടത്.
അപ്പോൾ ഈ ജെല്ലി ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റാകാൻ വയ്ക്കും, കുറച്ച് ടൈം എടുക്കും. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് തേങ്ങയുടെ പാലൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കരിക്ക് സോഫ്റ്റ് ആണെങ്കിൽ മാത്രം അത് മിക്സിയിൽ കുറച്ച് തേങ്ങാവെള്ളം ഒഴിച്ചിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. കണ്ടോ, ഇതുപോലെ അരച്ചെടുക്കണം. നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. ഞാനതിൽ തേങ്ങാവെള്ളം ഒഴിച്ചിട്ടാട്ടോ അരച്ചെടുത്തത്. എനിക്ക് കുറച്ചധികം തേങ്ങാവെള്ളം കൂടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തേങ്ങാവെള്ളത്തിൽ തന്നെ അരച്ചെടുത്തത്. ഇനി അടുത്തത് പാല് തിളപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതിനാക്കിയിട്ട് ആദ്യം ചെയ്യേണ്ടത് 8 ഗ്രാം ചൈന ഗ്രാസ് ഒരു 1/2 കപ്പ് 1/4 കപ്പ് തേങ്ങാവെള്ളത്തിലൊന്ന് നമുക്ക് മെൽറ്റ് ചെയ്യിക്കണം. അപ്പോൾ നല്ല ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു തരി പോലും ഉണ്ടാകാൻ പാടില്ല. നല്ലതുപോലെ അത് മെൽറ്റാക്കണം. പിന്നെ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന കരിക്ക് സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ എടുക്കാവുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്നത് കരിക്ക് വേണം. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന 2 കപ്പ് തേങ്ങാപ്പാൽ, പഞ്ചസാര. മധുരത്തിന് പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ചേർക്കാം വേണമെങ്കിൽ. ഞാനിവിടെ പഞ്ചസാര മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഒരു വൈറ്റ് കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചേർക്കുന്നത്. ഇനി കണ്ടൻസ് മിൽക്ക് ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ ചേർക്കുകയാണെങ്കിൽ അത് ഫുള്ള് ചേർക്കരുത്. പകുതി പഞ്ചസാരയും ബാക്കിയുള്ള മധുരത്തിന് കണ്ടൻസ് മിൽക്കും അങ്ങനെ ചേർക്കാവുള്ളൂ. കാരണം ഈ കണ്ടൻസ് മിൽക്ക് ഫുള്ള് ഒഴിക്കുമ്പോൾ ആ കരിക്കിൻ്റെ ആ ടേസ്റ്റ് കുറച്ച് കുറയും. അതുകൊണ്ട് അത് അധികം ഒഴിക്കരുത്. ഇനിയിപ്പോൾ അതിനടുപ്പ് വയ്ക്കുക. അതിൽ 1/2 കപ്പ് തേങ്ങാ വെള്ളം ഒഴിക്കാം. അതിലേക്ക് ചൈന ഗ്രാസും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്യിക്കാം. ചൈന ഗ്രാസ് നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ. എപ്പോഴും ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങാപ്പാലല്ലേ, ഒത്തിരി അങ്ങനെ തിളച്ച് പിരിഞ്ഞൊന്നും പോകരുത്. പിരിയത്തൊന്നുമില്ല, ഇത്രയും വെള്ളമൊക്കെ ചേർത്ത് പിഴിഞ്ഞായതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കണം. കാരണം ചൈന ഗ്രാസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് അങ്ങ് ഇളക്കാം. ഈ സമയത്ത് ഇതിലേക്ക് പാകത്തിന് മധുരം ചേർത്ത് കൊടുക്കാം. പാകം എന്ന് പറഞ്ഞാൽ കുറച്ച് മധുരം മുന്നേ നിൽക്കണം, എന്നാലാണ് അത് തണുത്ത് വരുമ്പോൾ പാകത്തിന് മധുരമായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ അത്, എന്താണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർക്കുക. എന്തായാലും കണ്ടൻസ് മിൽക്കും പഞ്ചസാരയും ചേർക്കുന്നെങ്കിൽ മിക്സ് ചെയ്ത് പകുതിയെ ചേർക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. ഞാൻ പഞ്ചസാര മാത്രം ചേർക്കുന്നുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല മധുരം തന്നെ വേണം ഈ പാലിന്. പിന്നെ നമ്മൾ ഈ മധുരമുള്ള എന്ത് സാധനം ഉണ്ടാക്കിയാലും ഒരു നുള്ളു ഉപ്പ് ഇടണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. കാരണം ഒത്തിരി തിളച്ചങ്ങനെ പോവുകയും ചെയ്യരുത്, പിരിയാണ്ടൊക്കെ നോക്കണം. ഈ കരിക്കരച്ച് നമ്മൾ പാലിൽ ചേർക്കുമ്പം അതിനൊരു ചെറിയൊരു മാറ്റം ഉണ്ടാവും. അത് പിരിഞ്ഞതൊന്നും അല്ല കേട്ടോ, നമ്മൾ ഈ കരിക്ക് അരച്ച് ചേർത്തതിൻ്റെയാണ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പാലിവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന കരിക്കും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്നൊന്ന് മിക്സ് ചെയ്ത് പതുക്കെ ഒരു തിള വരുമ്പോൾ അതും ഓഫ് ചെയ്യാം. ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി 1 മിനിറ്റ് ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ചൊന്ന് ആ ചൂടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറിയ പാത്രങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ കാണാനൊക്കെ ഒരു ഭംഗിയുണ്ട്, കഴിക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ചെറിയ പാത്രങ്ങളിലാണ് ഞാനിത് ഒഴിക്കുന്നത്. പാലെല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് പുറത്ത് തന്നെ വയ്ക്കാം. അപ്പോൾ തണുത്ത് വരുമ്പോഴത്തേക്കും തന്നെ ഇത് സെറ്റാവും. എന്നാൽ ഇത് കഴിക്കാൻ ടേസ്റ്റ് തണുത്തിട്ട് കഴിക്കുകയാണ്. അതുകൊണ്ട് നമ്മളിത് ഒരു മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. അതിനുശേഷം ഇത് എടുക്കാം. അപ്പോൾ ഞാനിനി ഇത് 1 മണിക്കൂറിന് ശേഷം ഇത് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 മണിക്കൂറായി. കണ്ടോ, എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ കൈകൊണ്ട് ഇതൊന്ന് തൊട്ട് നോക്കി അറിയാം, നല്ല സോഫ്റ്റാണ്. എന്നാൽ ഇത് നല്ലതുപോലെ ഉറച്ചിട്ടുമുണ്ട്. അപ്പം നമുക്കിനി ഈ പാത്രത്തിൽ നിന്ന് ഇത് ഓരോന്നായിട്ടൊന്ന് വിടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാലോ. ഇതിങ്ങനെ പതുക്കെ ചെരിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ഇങ്ങ് വിട്ട് കിട്ടും കേട്ടോ. അതിലിങ്ങനെ ഒട്ടും പിടിച്ചിരിക്കുകയൊന്നുമില്ല. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇഡ്ഡലിയാന്ന് തോന്നും. കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല നല്ല സോഫ്റ്റാന്നുള്ളത്. അപ്പോൾ അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ
എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.